വെൽക്കം ബാക്ക്. തിരികെ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് മോർണിംഗ് കേരളം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സമയം 8:25 വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മളെ തേടി ഈ ഘട്ടത്തിൽ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കോഴിക്കോട് BJP-യിൽ ഗ്രൂപ്പ് തർക്കം രൂക്ഷമാകുന്നു. കോർപ്പറേഷൻ മാർച്ച് BJP കൗൺസിലർമാർ ബഹിഷ്കരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. 7 കൗൺസിലർമാരിൽ 5 കൗൺസിലർമാരും BJP-യുടെ പ്രതിഷേധ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി PV കുട്ടൻ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് BJP-യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്ടെ BJP വലിയ പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നത്? സംസ്ഥാനത്തെ BJP-യിൽ ആകെ തന്നെ ഗ്രൂപ്പ് പോരും ചേരിതിരിവും രൂക്ഷമാണ്. കോഴിക്കോട്ടെ BJP-യിൽ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ചിൽ നിന്ന് കൗൺസിലർമാർ 5 പേരും വിട്ടുനിന്നത്? മനു, ഇന്നലെയാണ് BJP കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് നടത്തിയത്. മുതിർന്ന നേതാവ് PK കൃഷ്ണദാസ് ആയിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഈ മാർച്ചിൽ നിന്നാണ് പ്രതിഷേധ സൂചകമായി 5 പ്രധാനപ്പെട്ട നേതാക്കൾ, നഗരത്തിലെ BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട 5 നേതാക്കൾ ഈ മാർച്ച് ബഹിഷ്കരിച്ചു. 2 പേർ മാത്രമാണ്, ആകെ 7 കൗൺസിലർമാരാണ്, അത് 2 പേർ മാത്രമാണ് ഈ മാർച്ചിനകത്ത് പങ്കെടുത്തത്. ബഹിഷ്കരിച്ച നേതാക്കൾ നവ്യ ഹരിദാസ് BJP-യുടെ ഈ കോർപ്പറേഷനിലെ കക്ഷി നേതാവ്, പാർട്ടിയുടെ കക്ഷി നേതാവ് കൂടിയാണ്. യുവമോർച്ചയുടെ മുൻ നേതാവായ T റനീഷ്, സരിത പറയേരി, രമ്യ സന്തോഷ്, അനുരാധ തായാട്ട് എന്നിങ്ങനെ 5 പ്രധാനപ്പെട്ട നേതാക്കൾ, BJP-യെ സംബന്ധിച്ച് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇവർ. ഈ 5 പേരാണ് ഇന്നലെ നടന്ന മാർച്ച് ബഹിഷ്കരിച്ചത്. അത് മാത്രമല്ല, ഈ മാർച്ച് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലും സഹകരിക്കില്ല എന്നുള്ളൊരു കടുത്ത നിലപാടിലേക്കാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിയിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ്, അതായത് നഗരത്തിലെ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഏകാധിപത്യപരമായ നിലപാടാണ് പല വിഷയങ്ങളിലും കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഈ മാർച്ച്, ഇത്തരത്തിലൊരു കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായും കൗൺസിലർമാരോട് ആലോചിക്കേണ്ടതുണ്ട്. കക്ഷി നേതാവായ നവ്യ ഹരിദാസോട് ആലോചിക്കേണ്ടതുണ്ട്. ഇവരോട് ആരോടും ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് ജില്ലാ പ്രസിഡന്റ് ഇത്തരത്തിലൊരു മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തകർ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റുമാർ, നഗര മേഖലയിലെ മണ്ഡലം പ്രസിഡന്റുമാരെ പൂർണ്ണമായും പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. RSS കഴിഞ്ഞ കുറേ കാലങ്ങളായി അകറ്റി നിർത്തിയിരുന്ന, സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരുന്ന ചില നേതാക്കളെയാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് പ്രധാനപ്പെട്ട ഭാരവാഹി സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളും ഈ യുവ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഇവർ PK കൃഷ്ണദാസ്, MT രമേശ് പക്ഷത്തെ പ്രധാനികളാണ് ഈ ഇന്നലത്തെ മാർച്ച് ബഹിഷ്കരിച്ച ഈ നേതാക്കൾ. അവർ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട പരാതി സംസ്ഥാന നേതൃത്വത്തിന് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മനു, ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ BJP-യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ BJP-യെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ നേതൃത്വം വന്നതോടുകൂടി ഗ്രൂപ്പ് പോര് രൂക്ഷമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ട വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ